നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ കുറയാനും വയറിലെ ഫാറ്റ് കുറയാനും അതുപോലെ തന്നെ വളരെ ഫിറ്റായിട്ട് ബോഡി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാനീയമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് ശരീരത്തിന് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാക്കുന്നതും ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള കിഡ്നിക്കോ ലിവറിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള കേടുണ്ടാക്കാത്തതുമായ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യമേ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റാഡിഷാണ്. മുള്ളങ്കി എന്ന് പറയും. വൈറ്റ് നിറത്തിൽ ക്യാരറ്റ് പോലെ ഇരിക്കുന്ന റാഡിഷാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ലഭ്യമാണ് റാഡിഷ്, കൂടുതലായിട്ട് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് വേണം, ബീട്രൂട്ട് വേണം, ക്യൂക്കുംബർ വേണം. അപ്പം സാലഡ് വെള്ളരി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു പാനീയത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇത് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുന്നത് പോലെ ഒരു ഭരണിയിൽ ഇട്ട് വെച്ചിട്ടാണ് ഈ ഒരു കഷ്ണങ്ങൾ കഴിക്കുകയും ഇതിൻ്റെ വെള്ളം കുടിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ, വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ റാഡിഷ് എന്ന് പറയുന്നത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. നമ്മൾ കേരളത്തിൽ അധികം ഉപയോഗിക്കാറില്ല. കർണാടക, തമിഴ്നാട്ടിലൊക്കെ റാഡിഷ് വെച്ച് സാമ്പാർ വളരെ കോമൺ ആണ്. അതിൻ്റെ ടേസ്റ്റ് കേരളക്കാർക്ക് അത്ര പിടിക്കാറില്ല. ഒരു ചെറിയൊരു അസിഡിക് ടേസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതിനകത്ത് വിറ്റമിൻ സി വളരെ കൂടുതലായിട്ടുണ്ട്. കലോറീസ് വളരെ കുറവാണ്. ഫൈബർ ക്യാരറ്റിനേക്കാളും ഉണ്ട് ഫൈബർ. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസിനെ, ബൈലിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ന്യൂട്രീഷൻസ് അതിൻ്റെ അകത്തുണ്ട്. BP ഉള്ള ആൾക്കാർക്കും ഹാർട്ട് ഡിസീസിന് ഇപ്പോൾ സർജറി കഴിഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ഒക്കെ തീർച്ചയായിട്ടും കഴിക്കാം. ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫങ്ഷനും ഓവറോൾ ഒരു ബോഡിയുടെ ഡീടോക്സിഫിക്കേഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് റാഡിഷ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇതിനകത്തേക്ക് എടുക്കേണ്ടത് 3 റാഡിഷാണ്. നമുക്ക് 5 ദിവസം കഴിക്കാനുള്ള പാനീയത്തിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറയുന്നത്. 3 റാഡിഷ് വേണം, 3 ക്യാരറ്റ് വേണം, അതുപോലെ തന്നെ 1 ക്യൂക്കുംബർ വേണം, 1 പച്ചമുളക് വേണം, ഇന്ദുപ്പ് കുറച്ച് വേണം. അതുപോലെ തന്നെ വിനാഗിരി അല്ലെങ്കിൽ തേങ്ങാ വെള്ളം, നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന വെള്ളം അല്ലെ കരിക്കിൻ്റെ വെള്ളം ആയാലും മതി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിയുക. എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇടുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് ആറിയ ചെറിയ ചൂടോടെ വെള്ളം, അതായത് അതിനെ കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന്, ആ വെജിറ്റബിൾസ് മുഴുവൻ കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് വെള്ളം മതി. അത്രയും വെള്ളം നമ്മൾ ഒഴിക്കുക. ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഇന്ദുപ്പ് ഇടുക. നമ്മൾ ഇപ്പോൾ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഉപ്പിട്ടുണ്ടാക്കിയാലും മതി. നമ്മളിത് ഉപ്പിലിട്ടതല്ല നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഉപ്പ് വേണ്ട, വളരെ ലൈറ്റായിട്ടുള്ള ഉപ്പ് മതി. അതുപോലെ കുറച്ച് ഇന്ദുപ്പ് ഇടുക. അതായത് 5 ദിവസം അതൊരു വെള്ളത്തിൽ കേടാവാതെ ഇരിക്കാനുള്ള ഉപ്പ് മാത്രം മതി. കട്ടി ഉപ്പ് വേണ്ട. കുറച്ച് ഉപ്പിടുക. അതൊരു 1/2 ടീസ്പൂണൊക്കെ മതിയായിരിക്കും, ധാരാളം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കപ്പ് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ആ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി തേങ്ങാവെള്ളം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വിനാഗിരി, അതിലൊരിക്കലും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രിസർവേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതൊരു കുപ്പിയിലിട്ട് വെക്കുക. 3 ദിവസം ഇത് വെക്കുക. 4ാമത്തെ ദിവസം നമ്മൾ ഇതെടുത്ത് കഴിക്കുക. 5 ദിവസത്തേക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. കഷ്ണങ്ങൾ, അതായത് ക്യൂക്കുംബർ കഷ്ണം, അതുപോലെ തന്നെ ക്യാരറ്റ്, റാഡിഷ് കഷ്ണങ്ങൾ, പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ ഇപ്പം 5 ദിവസത്തേക്ക് ഭാഗിച്ചിട്ട് അതിലെ കുറച്ച് എടുത്ത് കഴിക്കുക. കഴിക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ കുടിക്കണം കേട്ടോ. ഇതിന് വെജിറ്റബിൾ കഷ്ണങ്ങൾ മാത്രമല്ല, കുറച്ച് വെള്ളം കഴിക്കണം. വെള്ളം അത്ര രുചിയുള്ളതായിരിക്കില്ല. വലിയ ഉപ്പോ പുളിയോ ഒന്നും ഇല്ലാത്ത കുറച്ച് പച്ചവെള്ളം കുടിക്കുന്ന പോലെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസത്തിൽ മാത്രമായിരിക്കും. വെള്ളം ഒരു 4-5 ടീസ്പൂണ് ഒരു നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. 3 ദിവസം കഴിഞ്ഞേ കഴിക്കാൻ തുടങ്ങാവുള്ളൂ. ഒരു 5 ദിവസത്തേക്ക് ഇതിരിക്കും, കേടാവാതെ ഇരിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ മുകളിൽ പൂപ്പലൊക്കെ തോന്നുന്നുണ്ട്, വെള്ളമില്ലാത്ത കണ്ടെയ്നർ ആയിരിക്കണം. പൂപ്പലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഗുണപ്രദമാണ് കേട്ടോ. റാഡിഷിൻ്റെ ഗുണങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ 5 ദിവസത്തേക്ക് നമ്മൾ ആ മുഴുവൻ വെജിറ്റബിൾസും നമ്മൾ കൃത്യമായി വീതിച്ച് കഴിച്ച് തീർക്കുക. അടുത്ത 5 ദിവസത്തേക്ക് നമ്മൾ ഇടുക. അങ്ങനെ നമുക്ക് കഴിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും 1 മന്തിലേക്ക് അടുപ്പിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ഗുണപ്രദമാണ്. വളരെ നല്ല ഡൈജഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല. നമുക്കൊരു എനർജി കിട്ടിയ പോലെ ഫീൽ ചെയ്യും. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ആ ഓവർ ഫാറ്റൊക്കെ കുറയുന്നത് ഒരു 20 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1 മാസം കഴിച്ചിട്ട് അടുപ്പിച്ച് കഴിക്കേണ്ട. കാരണം എന്തൊരു സാധനവും അമൃതം ആണെങ്കിലും നമ്മൾ അടുപ്പിച്ച് കഴിച്ചാൽ നല്ലതല്ല. അതുകൊണ്ട് 1 മന്ത് കഴിച്ചിട്ട് ഒരു 2 മന്തൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ കഴിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.